എന്താണ് വന്ദേമാതരത്തിന്റെ ഉള്ളടക്കം? വന്ദേ എന്ന് തുടങ്ങി ധരണീം ഭരണീം മാതരം എന്ന് അവസാനിക്കുന്ന പല്ലവി ഉൾപ്പെടെ 4 ചരണങ്ങളുള്ള പൂർണ്ണഗാനം വാസ്തവത്തിൽ തൽക്കാല പരിതസ്ഥിതികളുടെ വളയത്തിൽപ്പെടാത്ത ചിരഞ്ജീവ രാഷ്ട്രത്വത്തിന്റെ ലഘുവിവരണമാണ്. പല്ലവി ഉൾപ്പെടെ ആദ്യത്തെ ചരണം നമ്മളൊന്ന് ശ്രദ്ധിക്കൂ. അത് രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ ഘടകമായ ദേശത്തെക്കുറിച്ചാണ്. സുജലം സുഫലം മലയജ ശീതളം സസ്യശ്യാമളം പുല്ലകുസുമിതം ദ്രുമതല ശോഭിതം. ഇവയെല്ലാം ദേശത്തെ സംബന്ധിക്കുന്ന വാക്കുകളല്ലേ? ഇങ്ങനെയുള്ള നാട് എന്നും പുഞ്ചിരി തൂകുന്നതായിരിക്കും, സുഹാസിനിയായിരിക്കും ആ ഭൂമി. അത് എല്ലാം നാട്ടുകാരെ കൊണ്ട് നല്ലതു മാത്രമേ സംസാരിപ്പിക്കൂ. അവരെല്ലാം സുഭാഷികളായിരിക്കും. സുസംസ്കാരത്തിന്റെ വിളനിലമായിരിക്കും ആ നാട്. നമ്മുടെ അമ്മ അത്തരമൊരു നാടാണെന്ന് കവി നിസംശയം നമ്മോട് പറയുന്നു. വന്ദേമാതരത്തിന്റെ ചരണത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്താണ്? രണ്ടാമത്തെ ചരണം ശ്രദ്ധിച്ചാൽ അത് ആ രാഷ്ട്രഘടകമായ ജനത്തെക്കുറിച്ചാണ്. ആ ജനം വലിയൊരു ജനക്കൂട്ടമല്ല, അസംഖ്യം കൈകളും അസംഖ്യം കണ്ടങ്ങളുമുള്ള സുസംഘടിത ജനസഞ്ചയമാണത്. ഒറ്റ സ്വരത്തിൽ ഉദ്ദേശം വിളിച്ചു പറയുന്ന കോടി കോടി കണ്ഠങ്ങളുടെ കൂട്ടമാണത്. കോടി കോടി ഭുജങ്ങളുടെ സംഘടിത കരുത്താണത്. അത്തരമൊരു ജനതയ്ക്ക് കരുത്തില്ലെന്ന് ആര് പറയും? ആ ജനത സകലരെയും കരകടത്തുന്ന താരിണിയാണ്, ബഹുബലധാരിണിയാണ്. എതിർക്കാൻ വരുന്ന രിപുതലങ്ങളെ വാരണം ചെയ്യാൻ പോരുന്നവളാണ്, രിപുതല വാരിണിയാണ്. മൂന്നാമത്തെ ചരണം ശ്രദ്ധിക്കൂ. അത് രാഷ്ട്രത്തിന്റെ മൂന്നാം ഘടകമായ ധർമ്മത്തെക്കുറിച്ചാണ്. ധർമ്മം എന്നാൽ എക്കാലത്തും മുഴുവൻ ലോകത്തിനും ഭാരതം നൽകിപ്പോന്ന ശാശ്വത മൂല്യ സഞ്ചയമാണ്. നീ തന്നെ ധർമ്മം, നീ തന്നെ വിദ്യ, നീ തന്നെ ശക്തി, നീ തന്നെ ഭക്തി. ചുരുക്കത്തിൽ നീ തന്നെ രാഷ്ട്രത്തെ എന്നെന്നും നിലനിർത്തുന്ന മഹാചൈതന്യം. നീ ഓരോ ഹൃദയത്തിന്റെ ശ്രീകോവിലിലെ തിടമ്പ് പോലെ വാഴുക. ഈ അനർഘ മുഹൂർത്തത്തിൽ കവിയുടെ മസ്തിഷ്കത്തിൽ മുട്ടിട്ടു നിൽക്കുന്നത് ചിരന്തന മൂല്യമായ ധർമ്മം മാത്രമാണ്. അവസാനമായി നാലാമത്തെ ചരണം വരുന്നു. അത് വികസിത രാഷ്ട്രത്തിന്റെ ആദർശനിഷ്ഠയും കർമ്മനിഷ്ഠവുമായ ജീവിതത്തിന്റെ ഫലശ്രുതിയാണ്. ഭാരതാംബ അന്യായത്തിനും അധർമ്മത്തിനുമെതിരെ ഉണർന്നണയുന്ന ദശപ്രഹരണ ധാരിണിയായ ദുർഗയാണ്. ദുർഗതി വിനാശമാണ് അവിടത്തെ കർത്തവ്യങ്ങളിലൊന്ന്. വഴിയെ ന്യായത്തെയും ധർമ്മത്തെയും പരിപോഷിപ്പിച്ച് മംഗളം വിതറുന്ന കമലദള വിഹാരിണിയാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ യോഗക്ഷേമങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം ഭാരതാംബ മാനവികതയ്ക്ക് ദിവ്യത്വം ചാർത്തുന്ന, ഓരോ വ്യക്തിയുടെ ഉള്ളിലും ശ്രദ്ധ മേധ പ്രജ്ഞകൾ വളർത്തി അവരെ സുസംസ്കൃത സമ്പന്നരാക്കുന്ന വിദ്യാദായനിയായ ശാരദാംബയായി പ്രത്യക്ഷപ്പെടുന്നു. അവസാനം ധരണിയും ഭരണിയുമായ ജഗദ്ധാത്രിയായി പരിലസിക്കുന്നു. അങ്ങനെ ഭാരതാംബയുടെ ഗന്ധവ്യത്തെയും കർത്തവ്യത്തെയും കുറിച്ച് രാഷ്ട്രകവി ബങ്കിം ചന്ദ്രൻ സുസ്പഷ്ടമായി പറയുന്നു. സ്വയം പ്രേരണയോടെ വന്ദേമാതര ഗാനത്തെ ദേശനിവാസികൾ ആകമാനം അവരുടെ ഹൃദയസിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. അതിന് രാഷ്ട്രീയ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കേണ്ടി വന്നില്ല. ബുദ്ധിജീവികളുടെ പിന്താങ്ങും വേണ്ടി വന്നില്ല. ജനനേതാക്കന്മാരുടെ ആവേശഭരിതമായ ഉപദേശവും വേണ്ടി വന്നില്ല. ശ്വാസം വലിക്കാൻ ആരുടെയും സമ്മതത്തിന് കാത്തുനിൽക്കാത്തതുപോലെ ഭാരതീയ ദേശീയ ജനത ജീവൽ പ്രേരണയോടെ അമൂല്യമായ ഗാനത്തെ സ്വായത്തമാക്കി. വന്ദേമാതരം അഥർവവേദത്തിലെ ഭൂമി സൂക്തം പോലെ അടുത്ത കാലത്തെ രാഷ്ട്രസൂക്തമായി. അതും ഭാരത രാഷ്ട്രത്വത്തിന്റെ അനന്തപ്രവാഹത്തിലെ ഒരു തരംഗമാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല.